നമുക്ക് നേരെ റിവ്യൂലോട്ട് കിടക്കാം. അപ്പോൾ അത്യാവശ്യം ഒരു വൈഡ് ഏരിയ ആണ്, അവിടെയൊക്കെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ കയറി വരികയായിരിക്കും, അപ്പോൾ ക്ഷമിക്കുക. എന്നാൽ പിന്നെ നമുക്ക് നേരെ കിടക്കാം. അപ്പോൾ 2024 പൾസർ N150 ആണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണെന്നല്ലേ, ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇതിൻ്റെ മീറ്റർ സെക്ഷനിലോട്ട് തന്നെ പോകാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എടുത്ത് പറയേണ്ടത് ഇപ്പോൾ 2024 വന്നിരിക്കുന്നത് ഫുള്ളി ഡിജിറ്റൽ മീറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു N150 ആയാലും NSലായാലും. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു മാറ്റം. അപ്പോൾ ഇതിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്, നേരത്തെ ഇവരുടെ മോഡ് എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഇല്ലായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു മോഡ് സ്വിച്ച് കാണാം. അപ്പോൾ ആ ഒരു മോഡ് ചേഞ്ച് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റാൻ പറ്റും. ഇപ്പോൾ നമുക്കിവിടെ മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ കിൽ സ്വിച്ച് എൻജിൻ ഓഫാണ്. അപ്പോൾ നമ്മൾ എൻജിൻ ഓൺ ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് എത്ര ഞെക്കിയിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കിപ്പം എൻ്റർ സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പൾസറിൻ്റെ ഒരു നമ്പർ വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് DT ഒക്കെ കാണാം, ഡിസ്റ്റൻസ് ടു MD. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 500 രൂപ പെട്രോൾ അടിച്ചിട്ടുണ്ട്. 350 നമുക്ക് ഇതിനകത്ത് 340 കാണിക്കുന്നുണ്ട്. അപ്പം ആവറേജ് പിന്നെ അതൊരു 44 ആണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണിക്കാം. ഇനി നമ്മൾ ആ ഒരു എൻ്റർ സെറ്റിങ്ങിലോട്ട് നമ്മൾ എങ്ങനെ അതിലോട്ട് പോകുന്നത്, ആ ഒരു ഓപ്ഷനോട്ട് പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ബട്ടൺ കുറച്ച് നേരത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഓപ്ഷനോട്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് കാണാം സെറ്റിംഗ് ബ്ലൂടൂത്ത് ഓൺ ഓഫ് നമുക്ക് ഓപ്ഷൻ കാണാം. അപ്പോൾ അതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് സെറ്റ് ക്ലോക്ക് നമുക്ക് ഇത് ആ ഒരു ടൈമിംഗ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. DTS അങ്ങനെയുള്ള ഇനി ഒരു എക്സിറ്റ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ഒരു ലോങ് പ്രസ് ഒന്നുകൂടി ഞെക്കുമ്പോൾ നമുക്ക് ആ ഒരു എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു കൺട്രോൾ. ഒരു സിംഗിൾ ബട്ടണേ ഉള്ളൂ. ആ സിംഗിൾ ബട്ടണിൽ നമുക്ക് ഇതിൻ്റെ ചേഞ്ചസ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് എൻജിൻ ഓഫ് എന്ന് കാണും. അപ്പോൾ കംപ്ലീറ്റ്ലി അതൊരു ഹൈഡായി കാണും. അപ്പോൾ ഇതിൽ നമുക്കിനി ഇതിൻ്റെ RPM നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഫ്യൂവലിൻ്റെ നമുക്കൊരു വാർണിംഗ് ലൈറ്റ് നമുക്ക് ഇവിടെ ലെഫ്റ്റ് കാണാൻ എത്രമാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്കറിയത്തില്ല. മാക്സിമം ഓക്കെ വിസിബിലിറ്റി കാണിച്ചു തരാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഇതിൻ്റെ ഓഡിയോ നമുക്ക് കാണാൻ പറ്റും. ട്രിപ്പ് A, B ഇതൊക്കെയാണ് നമുക്ക് കാണാം. അതുപോലെ നമുക്കിത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എന്തൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന്. കണ്ടില്ലേ? അപ്പോൾ നമുക്കൊരു ബ്ലൂടൂത്തിൻ്റെ സിമ്പിളൊക്കെ നമുക്ക് അതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നമുക്ക് ബജാജ് കണക്റ്റ് വഴി ഈ ഒരു ഫോൺ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ഈ RC ഒക്കെ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഒരു ബജാജിൻ്റെ സ്റ്റോറിൽ നിന്ന് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ അതിലൂടെ നമുക്ക് ഇതിൻ്റെ ഫോൺ വഴി നമുക്ക് ആവറേജ് ട്രിപ്പ് കാര്യങ്ങൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കോൾ നോട്ടിഫിക്കേഷനും ഈ ഒരു നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലത്തുള്ള അടിപൊളി അപ്ഡേറ്റ് ആണ് 2024 N150 കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ബാക്കിൽ നിന്ന് ഹാൻഡിൽ പറയുവാണെങ്കിൽ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഡിമ്മും ബ്രൈറ്റും ആണ്. അപ്പോൾ ഇതിൻ്റെ നോർമലി നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ ആ ഒരു ഇവിടെ ആയിട്ടാണ് സ്വിച്ചസ് വരുന്നത്. ഇവിടുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ പാസ് സ്വിച്ചിൻ്റെ അവിടെ തന്നെയാണ് ഇതിൻ്റെ ഡിമ്മും ബ്രൈറ്റും പാസ് സ്വിച്ച് എല്ലാം കൂടെ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മോഡ് കാണും, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് കാണും, ഹോണിൻ്റെ കാണും, അതുപോലെ കിൽ സ്വിച്ച് വണ്ടി ഓൺ ചെയ്യാനുള്ള. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ബേസിക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റം പറഞ്ഞാൽ എഞ്ചിൻ ഓൺ ചെയ്തിരിക്കുകയാണ്, നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആവും. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. കാര്യം എത്ര ഞെക്കാലും സ്റ്റാർട്ട് ആവത്തില്ല. കാര്യം എന്താണ്, സൈഡ് സ്റ്റാൻഡ് കിടക്കുവാണ്, സൈഡ് സ്റ്റാൻഡ് ഓൺ ആണ്. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ കട്ട് ഓഫ് ഓൺ കിടപ്പുണ്ട്. അതുപോലെ വണ്ടി പിന്നെ ഓൺ ആവും. വണ്ടി ഒന്ന് ന്യൂട്രൽ ആക്കിയാൽ, അതായത് സൈഡ് സ്റ്റാൻഡ് ഉണ്ടെന്ന് വിചാരിച്ചാൽ ന്യൂട്രൽ ഓൺ ആക്കിയാൽ വണ്ടി ഓൺ ആവും. ഇത് കണ്ടില്ലോ, വണ്ടി ഓണായി. ഇതിപ്പോൾ ഞാൻ വണ്ടി നിർത്തി, സൈഡ് സ്റ്റാൻഡ് ഞാൻ എടുത്തു. ഇനി എത്ര ഞെക്കിയാലും വണ്ടി ഓൺ ആവത്തില്ല. അപ്പം ആ ഒരു ഇതുണ്ട്. ഇനി ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഇതിപ്പം ഞാൻ സൈഡ് സ്റ്റാൻഡ് ഇട്ടു. ഇനി വണ്ടി ന്യൂട്രലാണ്, ന്യൂട്രലാക്കാം. ഇപ്പോൾ വണ്ടി ഓണായി. അതായത് ന്യൂട്രലുമാണ്, സൈഡ് സ്റ്റാൻഡും ഉണ്ട്, പക്ഷേ വണ്ടി ഓണായി. പക്ഷേ നമ്മൾ ഫസ്റ്റ് സൈഡിൽ ഇട്ടാൽ വണ്ടി ഓഫായി പോകും. കാര്യം എന്താണ്, സൈഡ് സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ വളരെ സേഫ്റ്റി ആയിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ് N150 ഇത്തവണ ബജാജ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ പൊളിച്ചില്ലേ. ഞാൻ ഇതിന് കുറച്ച് മുമ്പ് ഓടിച്ചത് NS200 ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാർ പൊസിഷനും എന്നിൻ്റെ ബാർ പൊസിഷനും എക്സ്ട്രീംലി ഡിഫറൻ്റ് ആണ്. ഈവൻ N150യുടെയും N160യുടെയും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ബാർ തന്നെയാണ്. ആ ഒരു ഹാൻഡിൽ പൊസിഷൻ ഉണ്ടല്ലോ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഒരു കാലകം കൊണ്ടിട്ട് വെച്ച് നമ്മളൊരു കൂൾ ഒരു ഫീലോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു നമ്മുടെ ഷോൾഡർ ഇവിടെ നമുക്ക് ബെൻഡ് ചെയ്യുന്ന രീതിയിൽ വളരെ ആ ഒരു ഇരിക്കുന്ന സുഖമുണ്ടല്ലോ, എക്സ്ട്രീമൽ നെക്സ്റ്റ് ലെവലാണ്. ഈ ഒരു വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സീറ്റിംഗ് പൊസിഷൻ, ആ ഒരു റൈഡിങ് പൊസിഷൻ ഉണ്ടല്ലോ, എക്സ്ട്രീമലി അമേസിങ്. നോക്കുവാണ്, ജാടയൊന്നുമല്ല, 47 ഡിഗ്രിയാണ് ഇപ്പോൾ നമ്മുടെ ഡൽഹിയിലെ ടെമ്പറേച്ചർ. നിന്ന് ചാവുകയാണ്. പിന്നെ സൂര്യപ്രകാശം ഡയറക്റ്റ് മുകളിലോട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജാടയല്ല കേട്ടോ. അപ്പോൾ ഇനി പറയാനുള്ളത് ഇനി എൻ്റെ സീറ്റ് ഹൈറ്റിനെ പറ്റിയാണ്. 790 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കൂളായിട്ട്
നമുക്ക് തറയിൽ കാല് കുത്താം. എൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് 5.7 5.8 ആണ്. അപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇരിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇനി വണ്ടിയുടെ ഡിഫറൻസ് ഞാൻ പറയാം. ഒരു N160 അല്ലെങ്കിൽ N150 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫേസ് സെക്ഷനിലോട്ട് പോകാം. അപ്പോൾ ഫേസ് എന്ന് പറഞ്ഞാൽ N150 N160യുടെ സിമിലാരിറ്റീസ് ഫേസ് സെയിം തന്നെയാണ്. ആ ഒരു ഏലിയൻ ഫേസ് കണ്ടില്ലേ, കണ്ട ഒരു ഭീകര ലുക്കുണ്ട്. N160യുടെ ഫേസ് ഏകദേശം സെയിം തന്നെയാണ്. ഒരു വ്യത്യാസം പറഞ്ഞാൽ ഈ വരുന്ന ആ ഒരു ഇൻഡിക്കേറ്ററാണ്. N160ക്ക് വരുന്നത് LED ആണെങ്കിൽ ഇതിന് N150ക്ക് വരുന്നത് നോർമലാണ്. ബാക്കി ഫേസ് ഒരു എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഏലിയൻ ഫേസ് ഉള്ള ഒരു ഫേസ് ആണ് ഈ ഒരു N സീരീസിന് വരുന്നത്. അത് പറഞ്ഞാൽ പൊളിയാണ്. നമ്മുടെ MDയുടെ ചെറിയൊരു സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ MDക്ക് പൈസ മുടക്കി പൊടിയേണ്ട, നേരെ ബജാജ് എടുത്തോ, പൈസയും കുറവാണ്, ലുക്കും ഉണ്ട്, വണ്ടി പൊളിയാണ്. ഇനിയും വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, സാധാരണ നമുക്ക് ഈ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു DRL അല്ലെങ്കിൽ LED ലൈറ്റ്സ് ഒക്കെ ഓൺ ആവുന്നതാണ്. പക്ഷേ N50ക്ക് അത് ഓൺ ആവത്തില്ല. അത് മാത്രമല്ല എനിക്ക് ചെറിയൊരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത്. വണ്ടി ഓൺ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആവത്തുള്ളൂ. കണ്ടില്ലേ, അല്ല നമ്മൾ നേരെ കീ ഓൺ ചെയ്താൽ ഒരിക്കലും ഈ ഒരു വണ്ടിയുടെ ആ ലൈറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ വണ്ടി ഓൺ ആക്കിയാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു DRS ഉൾപ്പെടെ പ്രൊജക്ട് ലാമ്പ് എല്ലാം കൂടെ വണ്ടി ഓൺ ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്രൊജക്ട് ലാമ്പാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അത് ഡിമ്മിങ് ബ്രൈറ്റ് നമുക്ക് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ആ രീതിയിലാണ് ഈ ഒരു വണ്ടിയുടെ ആ ഒരു ഹെഡ് യൂണിറ്റ് ഒക്കെ വന്നിരിക്കുന്നത്. ലാഗടിക്കുന്നതിനെ പറ്റി നമുക്ക് ക്വിക്ക് റിവ്യൂലോട്ട് പറയാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നോർമൽ ഇൻഡിക്കേറ്ററാണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ടയർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ 17 ഇഞ്ചിൻ്റെ ഒരു ടയർ സെക്ഷനാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് 260 mm ഡിസ്ക്കാണ് വന്നിരിക്കുന്നത്. സിംഗിൾ ചാനൽ ABS സിസ്റ്റമാണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് സെക്ഷൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ലുക്കൊക്കെ തരുന്നത് ബ്ലാക്ക് അലോയ് വീൽസ് ആണ്. അലോയ് വീൽസൊക്കെ നല്ല ലുക്കാണ് ഈ ഒരു വണ്ടിയുടെ കാണാൻ. നോക്കിയേ, അത്യാവശ്യം നല്ല ലുക്ക് തരുന്ന അലോയ് വീൽസ് ആണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. ബ്ലാക്ക് അലോയ് വീൽസ് ആണ്. ആ ഒരു റെഡും ബ്ലാക്കും ഉള്ള കോംബോ ഉണ്ടല്ലോ, പൊളിയാണ്. എഞ്ചിൻ സൈഡ് നോക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വെച്ച് ആ ഒരു റെഡിന് നല്ല മാച്ച് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ, ഒരു സ്റ്റൈൽ വന്നിരിക്കുന്നത്, ആ ഒരു കോംബോ. ഇനി മച്ചന്മാരെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ, ബജാജ് എന്ന കമ്പനി ഇത്ര നല്ല ഇറക്കിയെന്ന് വെച്ച് ഏറ്റവും നല്ല ബെസ്റ്റ് 150cc റിഫൈൻഡ് എഞ്ചിനാണ് ഈ കാണുന്നത്. അപ്പോൾ ബജാജ് ഇപ്പോൾ അവകാശപ്പെടുന്നത് അത് തന്നെയാണ്. അവർ ഇത്ര നല്ല ഇറക്കിയത് വെച്ച് ഏറ്റവും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള 150cc എഞ്ചിനാണ് ഈ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന N150യുടെ എഞ്ചിൻ. അപ്പം പറയുന്ന പോലെയല്ല, വണ്ടി ഓടിക്കുന്നത് തന്നെ നമുക്ക് കാണാം. ആ ഒരു വണ്ടി കൈ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു നോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്കപ്പൊളി പെർഫോമൻസാണ് ഈ ഒരു ബൈക്ക് തരുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. N150 എടുത്തിൽ ആ ഒരു കാര്യത്തിൽ വളരെ ഹാപ്പിയാണ്. ക്വിക്കായിട്ട് ഇതിൻ്റെ എഞ്ചിൻ സ്പെക്ക് നോക്കുകയാണെങ്കിൽ 149.8cc ആണ് ഇതിൻ്റെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്നത്. 13.5 Nm ടോർക്കാണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 14.5 PS ആണ് ഈ ബൈക്കിന് പവർ വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ടോർക്കി ഫീലൊക്കെ തരുന്നുണ്ട് ഈ ഒരു 150cc. അപ്പോൾ ഇതാണ് പെട്ടെന്നൊരു ക്വിക്ക് എഞ്ചിൻ സ്പെക്ക് പറയുന്നത്. ബാക്കി ഞാൻ റൈഡ് റിവ്യൂവിൽ ഇതിൻ്റെ ഒരു പെർഫോമൻസ് പറയാം. ഇനി പെട്ടെന്ന് ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റ് നോക്കുകയാണെങ്കിൽ നോക്കിയോളും, ആ ഒരു ഗ്രാഫിക്സ് ഉണ്ടല്ലോ ഒട്ടും ബോറാക്കിയിട്ടില്ല. വളരെ സ്റ്റാൻഡേർഡായിട്ടാണ് ആ ഒരു ഗ്രേ ബ്ലാക്ക് കോംബോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു പൾസറിൻ്റെ ആ ഒരു 3D ലോഗോസ് കാണാം. അതുപോലെ തന്നെ ആ ഒരു ഗ്രാഫിക്സ് ഡിസൈൻ നോക്കി എലമെൻറ്റ്സൊക്കെ വളരെ കൂളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ എഞ്ചിൻ ടാഗിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു പാർട്സിലൊക്കെ അത്യാവശ്യം നല്ല ഒരു സ്പോർട്ടി ഫീൽ വരുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻസ് അവർക്ക് വന്നിട്ടിരിക്കുന്നത്. ആ ഒരു മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ടില്ലേ, അത് ശരിക്കും ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു ഫേസിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ എൻഡിങ് ഒക്കെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ചെറിയ ഗ്രാഫിക്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു കവളിൽ കൊടുത്തിരിക്കുന്നത്. ഇനിയും ഇതിൻ്റെ ഒരു എൻജിൻ കവൾ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പോർട്ടി ഫീൽ വരുന്ന ഒരു എൻജിൻ കവളാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഇത് ആക്ച്വലി പ്ലാസ്റ്റിക്കാണ്, ആ ഒരു മെറ്റൽ പാർട്ടൊന്നുമില്ല, പ്ലാസ്റ്റിക്കാണ് ഇതിൻ്റെ കവൾ വന്നിരിക്കുന്നത്. പക്ഷേ ഭയങ്കര ലുക്ക് വരുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു കവൾ വന്നിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാം ആ ഒരു സൈലൻസർ പോയിരിക്കുന്നത്. നമുക്ക് ആ ഒരു BS6ൻ്റെ കൺവേർട്ടർ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. BS6 Phase 2 ആണ് ഇപ്പം വരുന്ന എഞ്ചിനെല്ലാം. അപ്പം ആ രീതിയിലാണ് ഈ ഒരു ബൈക്കിൻ്റെ നമുക്ക് പറയാനുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ. ഇനി സൈഡ് ഡിസൈൻസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു കംപ്ലീറ്റ്ലി നമുക്ക് ഗ്രേ ഷെയ്ഡ് കാണാം. ഇവിടെ നമുക്ക് ഫുഡ് റെസ്റ്റ് ഉൾപ്പെടെ ഒരു ഗ്രേ കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗ്രേ അല്ലെങ്കിൽ സിൽവർ എന്ന് പറയാം. ആ ഒരു കോംബോയിലാണ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇനി എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ സീറ്റിനെ പറ്റിയാണ്. സീറ്റ് വന്നിരിക്കുന്ന ഒരു സിംഗിൾ സീറ്റാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ. അതായത് N150 N160 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് തന്നെയാണ്. N150ക്ക് വരുന്നത് ഒരു സിംഗിൾ സീറ്റാണ്. അപ്പോൾ സ്പെഷ്യലി സത്യം പറഞ്ഞാൽ ഫാമിലി ഓറിയൻറ്റഡ് അടിപൊളി സീറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു ഫാമിലിക്ക് ബെസ്റ്റ് ചൂസ് ഈ ഒരു വണ്ടി തന്നെയാണ്. NS ആയാലും N സീരീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ ക്യൂട്ടായിട്ട് വളരെ രസമുണ്ട് ആ ഒരു എക്സോസ്റ്റ് കാണാം, അണ്ടർബെല്ലിയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് സെൻറ്റർ സ്റ്റാൻഡ് കാണാം. അപ്പോൾ അത് എടുത്ത് കളയല്ലേ, കാരണം വെച്ചാൽ അത് വളരെ യൂസ്ഫുൾ ആണ്, കണ്ടില്ലേ. അത് നമുക്ക് അടി തട്ടത്തൊന്നുമില്ല, തട്ടാത്ത രീതിയിൽ നമുക്കിത് അടി തട്ടിയാൽ തന്നെ സൈലൻസർ ഒന്നും പറ്റാത്ത രീതിയിൽ അത് കവറായിട്ടിരിക്കും. അതുകൊണ്ട് ദൈവത്തോർത്ത് ആരും ഇതിൻ്റെ സെൻറ്റർ സ്റ്റാൻഡ് ഊരി കളയാതിരുന്ന അത്രയും സേഫ്റ്റിയാണ് സൈലൻസറിന്.
ഇനി ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്ക് ഡിസ്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ബാക്ക് വീലിനെ പറ്റി പറയുകയാണ്, റെയർ വീലിനെ പറ്റി 120 ആണ് ഇതിൻ്റെ റെയർ സെക്ഷൻ വന്നിരിക്കുന്നത്. 120 80 17 ഇഞ്ചിൻ്റെ ഒരു അടിപൊളി അലോയ് വീൽ സെക്ഷനാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വൈഡ് റേഡിയൽ ടയർസ് തന്നെയാണ്, MRF ടയർസാണ് ഇപ്പം കിടക്കുന്നത്. ഇനി പിന്നെ എനിക്ക് ഈ പൾസർ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ടയർ ഹഗേഴ്സ് തന്നെയാണ്. ഏത് മോഡലായാലും എനിക്ക് ഇതിൻ്റെ ടയർ ഹഗേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമാണ് ഈ ഒരു പൾസർ മോഡൽസിൻ്റെ ടയർ ഹഗേഴ്സ് കാണാൻ. ഇനി ടെയിൽ സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം അധികം വലുപ്പമൊന്നും കൊടുക്കാതെ വളരെ ഷോർട്ടായിട്ട് ഉള്ളൊരു ടെയിൽ എൻഡാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ ലൈറ്റ് കാണാൻ സാധിക്കും. എന്നാൽ പിന്നെ നമുക്കിതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് സൗണ്ടും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് ഇതിൻ്റെ ഒരു നമുക്ക് വോക്ക് അറൗണ്ട് റിവ്യൂ നമുക്ക് ഇവിടെ നിർത്താം. cc ആണെങ്കിൽ അതിൻ്റെ സൗണ്ട് കേട്ടില്ലേ, എന്താ രസം, ഭയങ്കര ബാസായിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള സൗണ്ടാണ് N150ക്ക് വന്നിരിക്കുന്നത്. എന്തായാലും പൊളിയാണ്, നൈസ്. മച്ചാൻ പറയുന്ന റൈഡിങ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് N150യുടെ. അപ്പോൾ നമ്മൾ ഒത്തിരി കൈ കൊടുത്ത് ഭയങ്കര ടോപ്പ് സ്പീഡിൽ പോകുന്നു, വളരെ അഗ്രസീവായിട്ട് സ്പീഡിൽ പോകുന്നു, അങ്ങനെ ആ ഒരു മൈൻഡ് ഉള്ളവർക്ക് പറ്റിയൊരു വണ്ടിയല്ല N150. വളരെ സ്മൂത്തായിട്ട് വളരെ കാം ആൻഡ് ക്വയറ്റിൽ പോകുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് N150. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ട് കൊണ്ട് നടന്ന് നമുക്കൊരു 60-70 സ്പീഡിലൊക്കെ എന്ത് രസമെന്ന് ഈ വണ്ടി ഓടിക്കുക. അത് സ്പെഷ്യലൊരു മൂഡ് തന്നെ, സ്പെഷ്യലൊരു ഫീൽ തന്നെയാണ് ഈ ഒരു വണ്ടി നമുക്ക് നൽകുന്നത്. ഇതിപ്പോൾ ഞാൻ സ്ട്രീറ്റിൽ ഓടിച്ചപ്പോഴും അതുപോലെ ട്രാഫിക്കിൽ ഓടിച്ചപ്പോഴും വണ്ടി വളരെ സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു വളരെ ഷോർട്ട് ഹാൻഡിലായതുകൊണ്ട് നമുക്ക് സിറ്റി ട്രാവലിന് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ലോങ് റൈഡ് ഒക്കെ പോവുകയാണെങ്കിൽ തന്നെ, ലോങ് എന്നൊക്കെ പറഞ്ഞാൽ നേരെ പിടിച്ച് ഞാൻ കാശ്മീരിൽ പോകുന്നതല്ല ഉദ്ദേശിച്ച്, അത്യാവശ്യം ലോങ് റൈഡൊക്കെ ആണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് അത് ബാക്കേക്ക് അങ്ങനെയൊന്നും വരുത്തുന്നില്ല. ഇതിൻ്റെ റൈഡിങ് കംഫർട്ട് സോൺ വളരെ സൂപ്പർബാണ്. ഇനി ഇതിൻ്റെ ഹാൻഡിൽ ബാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഷോർട്ട് ഹാൻഡിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോഴും വണ്ടി ഒരു കട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷനൊന്നും വേണ്ട, വളരെ സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുവെടുക്കാൻ സാധിക്കും. ഇനി ഞങ്ങൾ ഈ 160 പോയാലും 150 എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഓണറിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ അധികം CC കുറയാത്തൊരു വണ്ടി വേണം. അതായത് 125 CC എന്ന് വേണം, എന്നാൽ അത്യാവശ്യം ഒരു പവറുള്ള വണ്ടി, ലൈക്ക് ഒരു 150-160 ആയിരുന്നു കൺസെപ്റ്റ്. അപ്പോൾ 150ലോട്ട് പോകാൻ കഴിയുന്ന വെച്ചാൽ ഇത് വണ്ടി കുറച്ചുകൂടെ ഫാമിലി ഓറിയൻ്റാണ്. പുള്ളിക്ക് അത്രയും വലിയൊരു ഭയങ്കര സ്പോർട്ടി, ഭയങ്കര കാച്ചി ലുക്കുള്ള വണ്ടി വേണമെന്നില്ലായിരുന്നു, എന്നാൽ കുറച്ച് അത്യാവശ്യം ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ഫീലുള്ള വണ്ടി വേണമായിരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം നോക്കിയപ്പോഴത്തേക്ക് സീറ്റായാലും ഫ്രണ്ടിലത്തെ ഹാൻഡിൽ ബാർ ആണെങ്കിലും എല്ലാം നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ഫാമിലി ഓറിയൻറ്റഡ് ബൈക്കും കൂടെയാണ്, എന്നാൽ കുറച്ച് സ്പോർട്ടി ഫീൽ തരുന്നൊരു വണ്ടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊരു N150ലോട്ട് പോയത്. പിന്നെ ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സസ്പെൻഷൻ തന്നെയാണ്. സസ്പെൻഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 10 out of 9.5 9 കൊടുക്കാൻ രീതിയിൽ പറ്റുന്ന ഒരു സസ്പെൻഷൻ തന്നെയാണ് ഈ ഒരു ബൈക്കിൻ്റെ. വളരെ നല്ല രീതിയിലൊരു മികച്ചൊരു പെർഫോമൻസ്, നല്ലൊരു ഫീഡ്ബാക്കാണ് ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ട് വന്നിരിക്കുന്ന 31mm ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കി വന്നിരിക്കുന്ന മോണോഷോക്കുമാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഡബിൾ വെച്ച് പോയപ്പോഴും സിംഗിൾ വെച്ച് ഓടിച്ചപ്പോഴും ആ ഒരു നല്ല റോഡിലായാലും അത്യാവശ്യം പോയി കിടക്കുന്ന റോഡിലാണെങ്കിലും ഇപ്പോൾ ഒരു ഓഫ് റോഡ് എന്നൊക്കെ നമുക്ക് വേണേൽ വിളിക്കാം, ആ ടൈപ്പ് റോഡിൽ പോലാണെങ്കിൽ നമുക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് വളരെ നല്ല രീതിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ 10 out of 10 ഞാൻ കൊടുക്കത്തില്ല, 10 out of 9.5 ഒക്കെ നമുക്ക് കൊടുക്കാൻ രീതിയിൽ പറ്റിയൊരു സസ്പെൻഷൻ സിസ്റ്റമാണ് ഈ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ വില വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഓൺ റോഡ് വന്നിരിക്കുന്നത് 1.45 ലാക്കാണ്. 1.45 നമുക്ക് ഈ വണ്ടി ഇറക്കാൻ സാധിച്ചു. അതിൻ്റെ പേപ്പേഴ്സ് വർക്ക്, ഇൻഷുറൻസ് എല്ലാം കവർ ചെയ്തിട്ടാണ് 1.45 നമുക്ക് ഈ വണ്ടി ഇറക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗിഫ്റ്റ് പോലെ ഒരു ഹെൽമെറ്റ് വന്നിട്ടുണ്ട്, ഈ വണ്ടിയുടെ ഫുൾ കവർ വന്നിട്ടുണ്ട്, ഇതിൻ്റെ മൂടി വെക്കാനുള്ള കവർ ഇട്ടിട്ടുണ്ട്, അതുപോലെ എൻ്റെ ഹെൽമെറ്റ് ലോക്ക് വന്നിട്ടുണ്ട്, അതുപോലെ ഡിസ്ക് ലോക്ക്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഷോറൂമിൽ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിലെല്ലാം കിട്ടി നമുക്ക് ഏകദേശം. അപ്പോൾ മച്ചാൻ ഇതാണ് 150യുടെ ഒരു ക്വിക്കായിട്ടുള്ള സമ്മറി. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയുമായി ഉടനെ വരെ. അപ്പോൾ മച്ചാന്മാരെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പിന്നെ ലെറ്റ്സ് ഗോ വിത്ത് യുവർ ഡ്രീംസ്.